അല്ല അല്ല നമുക്ക് നോക്കാം മക്കളെ. ഓക്കെ നമുക്ക് നോക്കാം. റെയ്ഡ് തൊപ്പിയാ? അല്ല തൊപ്പിന്റെ അടുത്ത് നമുക്ക് റെയ്ഡ് വേണം. അല്ല മക്കളെ തൊപ്പിന്റെ ലൈവില് റെയ്ഡ് പോയിട്ട് വരണ അത് നല്ലൊരു ഐഡിയ കാരല്ലേ. നമുക്ക് തൊപ്പിക്കൊന്ന് റെയ്ഡ് പോയിട്ട്. ഓക്കെ തൊപ്പി ലൈവ് അല്ലേ? എല്ലാരും പോവാ 777 അല്ലെങ്കിൽ വാൻസ് 777 എന്തെങ്കിലും ഇട്ടോ. ഓക്കെ എല്ലാവരും 777 ഇട്ടോ. ഓക്കെ എല്ലാവരും 777 ഇട്ടോ. തൊപ്പിന്റെ ലൈവ് പോണേ 777 ഇടണം. ഓക്കെ ഞാനൊക്കെ തൊപ്പിനെ കാണുന്ന ടൈമിലടാ എനിക്ക് അത്ര സ്ട്രീമിങ്ങിൽ അത്ര ആൾക്കാരില്ല. സോ എല്ലാവരും തൊപ്പിന്റെ ലൈവ് പോവാ 777 അങ്ങോട്ട് സ്പാം ചെയ്യുക. വേക്സ് 777 സ്പാം ചെയ്യുക. ഓക്കെ നമ്മുടെ സന്തോഷത്തിന്. ഓക്കെ നമ്മുടെ സന്തോഷത്തിന്. ഓക്കെ നമ്മുടെ സന്തോഷത്തിന്. ആൾക്ക് ഒന്നാമത് നല്ല വ്യൂസ് ഉണ്ട്. ആൾ മൈൻഡ് ആക്കുമെന്ന് അറിയില്ല. പക്ഷെ നമുക്കവിടെ പോയാൽ എന്താ ഉണ്ടാവും അറിയില്ല. എന്തുണ്ടാവുമെന്ന് അറിയില്ല കേട്ടാ. അവിടെ മൊത്തം 777 വന്നു. ഓക്കെ മൊത്തം 777 വന്ന് അവിടെ ചാറ്റ് കത്തും. ഓക്കെ ചാറ്റ് കത്തും തോന്നുന്നുണ്ട്. മൊത്തം 777 വന്ന്. ആ 777 എന്താ ചെറിയ അഭിനയത്തിന് 777 എന്താ പൊന്നു മോനെ ആടെ ബില്ല് ആസിഫ് പിന്നെ ഫഹദ് വാസിലെ ഫ്രീ ഫയർ പ്ലെയർ അല്ലേ? കാര്യം പറയാണ്ട് കാര്യം പറ. ഓ എന്റെ കൂടെ പബ്ജി കളിക്കാനാന്ന് പറയുന്നത്. 777 ഫ്രീ ഫയർ. എടാ 777 സ്പാം ചെയ്യല്ല. എന്താ കാര്യം? റെയ്ഡ് ചെയ്യാനോ? എന്തിനാ റെയ്ഡ് ചെയ്യാൻ എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ എന്തിനാ ഫ്രീ ഫയർ പ്ലെയറിനെ റെയ്ഡ് ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗൈസ് വാട്ട്സ് ഹാപ്പനിങ്? എന്തേലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ചാറ്റ് സ്ട്രീം അങ്ങനത്തെ എന്തെങ്കിലും വേണമെങ്കിൽ റെയ്ഡ് ചെയ്യാം. അല്ലാണ്ട് എന്താ പ്രശ്നം? എന്താ 777 സ്പാം ചെയ്യലടാ. ബായ് കൂട്ടറാ ലോട്ടാളെ. റൈഡ് ഇല്ല റൈഡ് കൊടുക്കാൻ പറ്റില്ല. റൈഡ് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വന്ന് സ്പാം. ഞാൻ കാരണം പറ്റേ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്ന കുറെ ക്രിയേറ്റേഴ്സും കുറെ യൂട്യൂബേഴ്സ് എല്ലാം ഉണ്ട്. മനസ്സിലാവും? നിങ്ങൾ അങ്ങനെ ഇവിടെ വന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരു പ്ലാൻ ചെയ്ത് മറ്റേ വന്ന് സ്പാം ചെയ്ത് റൈഡ് എന്ന് പറഞ്ഞിട്ട് സ്പാം ചെയ്ത് ഞാൻ റൈഡ് കൊടുത്താൽ പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം എന്ത് ഇതാണുള്ളത്? അതിലെന്ത് ന്യായമുള്ളത്? പറ്റൂല. ദാറ്റ്സ് മൈ ഡിസിഷൻ. ഓക്കെ പറ്റില്ല. റൈഡ് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ അല്ലെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു. ഇത് വെറുതെ വന്നിട്ട് സ്പാം ചെയ്ത് തന്നെ ഇടങ്ങാറാക്കിയത്. ഞാൻ കാര്യം പറയാലോ. മൊത്തം പറ്റൂല. അത്രേ ഉള്ളൂ. ഓക്കെ ഇതെന്താന്ന് ആദ്യം 777 സ്പാം ചെയ്തോണ്ടിരിക്കുന്നത്. ഇതെന്താ ഓന് ഇങ്ങോട്ടേക്ക് അയച്ചതാണോ? ഇങ്ങോട്ട് സ്പാം ചെയ്യാം. പിന്നെ അങ്ങനെ എത്രയും ആൾക്കാർ ഒരുമിച്ച് അങ്ങനെ 777 സ്പാം ചെയ്യാ? അല്ല എവിടെ നോക്കിയാ ഇങ്ങോട്ടേക്ക് ആൾക്കാർ അയച്ചാന്ന് നോക്കിയാ? എടാ 1 2 3 സ്പാം വന്നാൽ ഞാൻ ചെയ്യുമായിരുന്നു. ഇത് ചാറ്റ് മൊത്തം എല്ലാവരും ഒരുമിച്ച് 777 സ്പാം ചെയ്യുന്നു. ഇതെന്തോ സസ്പീഷ്യസ് ആ. ഇത് ഞാൻ പറയാം. ഇത് ഹാർഡ് വർക്ക് ചെയ്യുന്ന ലൈവ് സ്ട്രീമേഴ്സിന് കൊടുക്കേണ്ട റൈഡുകളാണ്. നമുക്ക് മനസ്സിലായി. അല്ലാണ്ട് നിങ്ങൾ വന്നിട്ട് ഫാൻസ് കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ സ്പാം ചെയ്താൽ അവിടെ പോയിട്ട് റൈഡ് കൊടുക്കാൻ എനിക്ക് പറ്റൂല. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലാവും? ഒന്നാമത്തെ കാര്യം വാക്സിനിൽ നമ്മൾ മുന്നേ കുറെ റൈഡ് കൊടുത്തതാ. ഓക്കെ റൈഡ് കൊടുത്തതാ. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് വെറുതെ ഇടങ്ങാറാക്കാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ എനിവേസ് എനിക്ക് ചാറ്റ് നോക്കി റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ചാറ്റ് മൊത്തം 777. ഓക്കെ യു ഗൈസ് സ്പാം. എടാ ഞാനൊരു കാര്യം പറ്റേ. ഞാൻ ഫ്രീ ഫയർ കളിക്കാനുള്ള ചാൻസ് പോലും നിങ്ങളെ ഇല്ലാണ്ടാക്കിയത്. ഞങ്ങൾക്ക് കുറച്ചെങ്കിലും ഇതുള്ള ഗെയിമാണ് ഫ്രീ ഫയർ. ഞാൻ എപ്പം ഒരിക്കൽ കളിക്കാൻ ചോദിച്ചിട്ട് നിൽക്കുന്നത്. നിങ്ങൾ വെറുതെ വന്നിട്ട് ഫ്രീ ഫയർ ഓളികൾ ഇവിടെ വന്നിട്ട് എന്നെ ഇടങ്ങാറാക്കാൻ ഞാൻ ഒരിക്കലും കളിക്കൂല. മനസ്സിലാ? വെറുതെ വന്നിട്ട് ഇവിടെ സ്പാം ചെയ്തിട്ട് എന്നെ ബുദ്ധിമുട്ടാക്കിയാൽ ഞാൻ ഒരിക്കലും സ്പാം ചെയ്ത്. എടാ ചാറ്റിൽ വാറ് ഗൈസ്. തിരിച്ചെടു 777 സ്പാം ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചെടു വേറെന്തെങ്കിലും ഒരു സാധനം തിരിച്ച് സ്പാം ചെയ്യും. അതിന്റെ ആ 777 മുക്ക്. ആ എലി എന്താണ് അതെങ്ങനെ MRC ആ ക്യാപ്പിന്റെ സൈഡ് അല്ലെങ്കിൽ കണ്ണൂർ കിങ്ങിന് ഇട്. ബാ ലെറ്റ്സ് ഗോ മുക്ക് 777 മുക്കിക്കളാ. ചാറ്റ് ബാടാ കമോൺ. ആരാ ജയിക്കാൻ നോക്കല? നമ്മളെ ചാറ്റിലേക്ക് ആൾക്കാർ അയച്ചിട്ട് സ്പാം ചെയ്യിപ്പിക്കണമെങ്കിൽ തിരിച്ച് മോനെ ഇതിലാരാ ജയിക്കാൻ നമുക്ക് നോക്കാം. ഇതിലാരാ ജയിക്കാൻ നമുക്ക് വാടാ സ്പാം ചെയ്യടാ.
തിരിച്ച് സ്പാം ചെയ്യടാ. കണ്ണൂർ കിങ് സ്പാം ചെയ്യും, അല്ലെങ്കിൽ ക്യാപ്പിന്റെ സൈനിൽ സ്പാം ചെയ്യും. ഇനി എത്ര 777 കാണും നമുക്ക് നോക്കാലോ. ഇനി എത്ര 777 ചാറ്റിൽ കാണാൻ പറ്റും നമുക്ക് നോക്കാലോ. നല്ല ഇടക്കിടക്ക് വരുന്നുണ്ടല്ലോ. എലിന്റെ എലി കിട്ടോ, എല്ലാം കിട്ടോ. നമ്മളെ സ്ട്രീമിലുള്ള എല്ലാ ഇമോജികളും കിട്ടോ. നിന്റെ ഒന്ന് ബുക്ക് ചെയ്യാം. എടാ എന്നിട്ടും 777 വരുന്നല്ലോടാ. ഇത് എന്തൊരു ഇടങ്ങാറാന്നത്. വേർഡ് ബ്ലോക്ക് ചെയ്യലും മോശം പരിപാടിയാണ്. വേർഡ് ബ്ലോക്ക് വേണം. വേർഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ഡാർക്കായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ വേർഡ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. വേർഡ് ബ്ലോക്കിനൊരു സംഭവം ഉണ്ടോ മനസ്സിലായി? അങ്ങനെ വെറുതെ ഇങ്ങനത്തെ ഇതിനൊന്നും വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാവും. ഇത് എനിക്ക് തോന്നുന്നത് ഇവൻ ലൈവ് ചെയ്യുമ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് റെയ്ഡ് ചെയ്യിപ്പിക്കുമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് അയച്ചതായിട്ടായിരിക്കും. എനിക്കറിയില്ല, ചിലപ്പോൾ അത് ആയിരിക്കില്ല, വാട്ടവർ എനിക്കറിയില്ല. പക്ഷേ സ്റ്റിൽ ഈ ഫ്രീ ഫയർ കളികൾ എൻ്റെ മൂഡ് കളിയുന്നുണ്ട് ഇന്നത്തെ. ഞാൻ കാര്യമല്ല, ഞാൻ ഷോർട്ട് സ്ട്രീം, ഞാൻ കുറച്ച് സമയം ഞാൻ സ്ട്രീം ചെയ്യുന്നുള്ളൂ. അത് മര്യാദയ്ക്ക് തന്നെ ചെയ്യാൻ സമ്മതിക്കും, മനസ്സിലാവും. അല്ല ഇതിലെന്താ പ്രശ്നം അറിയോ? ഇത് സംഭവം ഇവര് സ്പാം ചെയ്യുന്നത് 777 എന്ന് പറയുന്ന ആ ഫ്രീ ഫയർ പ്ലെയറിനെ ഞാൻ റെയ്ഡ് ചെയ്യാൻ, ഞാൻ മുന്നേ വന്ന റെയ്ഡ് എല്ലാം ചെയ്തതാ. ഞാൻ നല്ല ഇതിലുള്ളതാ. ഇത് എന്നെ വന്ന് ദേഷ്യം പഠിപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്, മനസ്സിലാവും. ഇത് ഇവരെ ഇപ്പൊ ഞാൻ റെയ്ഡ് ചെയ്യുന്നത് എന്താ പ്രശ്നം അറിയോ? അടുത്ത സ്ട്രീമർ നാളെ അടുത്തൊരാളെ പേര് ഇങ്ങോട്ട് വന്നിട്ട് സ്പാം ചെയ്യിപ്പിക്കും. അവർക്ക് നമ്മൾ റെയ്ഡ് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റെയ്ഡ് കിട്ടും എന്നുള്ള രീതി വന്നു കഴിഞ്ഞാൽ ആ ഒരു രീതിയായി മാറും. അതൊരു ട്രെൻഡായി, അല്ലെങ്കിൽ ഒരു സംഭവമായി മാറും. പിന്നെ എപ്പോൾ ആർക്ക് റെയ്ഡ് ആണെങ്കിൽ ഇങ്ങനെ വന്ന് സ്പാം അങ്ങനത്തെ ഇതാവും, മനസ്സിലാവും. അല്ല സൂപ്പർ ചാറ്റ് ചെയ്യുന്നതിൻ്റെ അല്ലാത്തതിൻ്റെ അല്ല. എനിക്ക് ഇവിടെ വന്നിട്ട് അങ്ങനെ എനിക്ക് ചാറ്റ് വായിക്കാൻ പറ്റാത്ത ലെവലിൽ സ്പാം വന്നത് കാരണം എനിക്ക് ഇഷ്ടപ്പെടാണ്ട്. എനിക്ക് ഇന്ന് റെയ്ഡ് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ്സ് മൈ ഡിസിഷൻ. That's my decision. അല്ല ഇത് റെയ്ഡ് 777 റെയ്ഡ് കൊടുക്കുന്ന എന്നോട് പറഞ്ഞത്. ഓൻ ഇങ്ങോട്ട് റെയ്ഡാന്നാണോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. പക്ഷെ നേരത്തെ വന്ന സ്പാം 777 റെയ്ഡ് കൊടുക്കുന്നതാണ്. എടാ ആലോചിച്ച് നോക്കും, നമ്മൾ റെയ്ഡ് കൊടുക്കുന്ന ആയിരിക്കല്ല. നമ്മൾ റെയ്ഡ് മുന്നേ 777 സപ്പോർട്ട് ഇല്ല നമ്മൾ കണ്ടപ്പോൾ ഓന് മനസ്സറിഞ്ഞ് നമ്മൾ അങ്ങോട്ട് സപ്പോർട്ട് കൊടുത്താൽ റെയ്ഡ് കൊടുത്തതാണ്, മനസ്സിലാവും. നമ്മൾ സാധാരണ സപ്പോർട്ട് ചെയ്യുന്ന ആയിരിക്കല്ല. നമ്മൾ ലൈവ് തുറന്ന് വെച്ച് ഈ യൂട്യൂബിൽ ആരൊക്കെ ലൈവ് ഉണ്ട് എന്നുള്ള ആ ഓപ്ഷൻ ഇതാക്കിയിട്ട് വെച്ചിട്ട് അതിൽ കുറഞ്ഞ വാച്ചിങ്ങിൽ സ്ട്രഗിൾ ചെയ്ത് സ്ട്രീം ചെയ്യുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക. അതാണ് നമ്മളെ റെയ്ഡിൻ്റെ ഉദ്ദേശം, അല്ലേ? ആണോ അല്ലയോ? അല്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് സ്പാം ചെയ്ത് റെയ്ഡ് കൊടുപ്പിച്ചാൽ പിന്നെ അതിൻ്റെ ഇത് പോയില്ലടാ. ഇഗ്നോർ ഞാൻ ഇഗ്നോർ ചെയ്ത് വാട്ട് ഈസ് ദിസ് ബ്രോ? ലാഗ് ആക്കല്ല ബ്രോ. സ്മൂത്ത് ആയിട്ട് സ്ട്രീം ചെയ്ത് പോകുമ്പോൾ ലാഗ് ആക്കല്ലേ. നിങ്ങളിങ്ങനെ എന്തെല്ലോ വന്ന് സ്പാം ചെയ്യലും ഇടങ്ങാറാക്കലും. എടാ നിർത്തടാ മുത്ത, ഞാൻ അത്ര സമയമായി പറയുന്നത്. നിർത്ത് 777 സ്പാം ചെയ്ത് നിർത്ത്. ഇത് എനക്കൊന്ന് ഞാൻ പറയുമ്പോന്ന് ഇവര് കൂട്ടുന്ന കേട്ടോ. ഞാൻ പറയാണ്ടിരിക്കുക നല്ലത്, മൈൻഡ് ചെയ്യാണ്ടിരിക്കുന്നത് നല്ലത്. നവാസ് നെയിം നിഹാദ് ബ്രോ ഹാപ്പി അല്ലേന്ന് ചോദിക്കുന്നത്. ഞാൻ അത്ര ഹാപ്പി അല്ല, സത്യം പറഞ്ഞാൽ ഞാൻ അത്ര ഹാപ്പി അല്ല. ചാറ്റിൽ വന്നിട്ട് ഓരോ എടാ 777 കുറേ സമയങ്ങൾ സ്പാം ചെയ്യുന്നു. ഒന്ന് നിർത്തടാ പ്ലീസടാ, ഒന്ന് നിർത്ത്. ഇത്രയും സ്പാം നിങ്ങൾ ഫ്രീ ഫയർ എന്ന് സ്പാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ഫയർ കളിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ 777 സ്പാം ചെയ്തിട്ട് ഒരു കാര്യമില്ല, മനസ്സിലാവും. തൊപ്പി കലിപ്പിലാണ് എന്തിന്? എന്റെ പൊന്നു മക്കളെ നിർത്തുങ്ങള് വെറുതെ അടപ്പെട്ട് അലമ്പാക്കല്ലേ. എടാ ഞാൻ റെയ്ഡ് ചോദിച്ചിട്ടില്ല, തൊപ്പിനോട് ഞാൻ റെയ്ഡ് ചോദിച്ചിട്ടില്ല. സത്യമായിട്ട് നിങ്ങൾ ലൈവ് എടുത്ത് നോക്കോ. തൊപ്പിനോട് റെയ്ഡ് ചോദിച്ചിട്ടില്ല. തൊപ്പിക്ക് ഞാൻ അങ്ങോട്ടാണ് റെയ്ഡ് പോയത്, മനസ്സിലായ? ഇന്റെ റബ്ബനാ, എന്റെ പൊന്നു മക്കളെ തൊപ്പിക്ക് ഞാൻ അങ്ങോട്ട് റെയ്ഡ് പോയിട്ടില്ല. അങ്ങനല്ല, തൊപ്പിക്ക് ഞാൻ അങ്ങോട്ട് റെയ്ഡ് പോയതാണ്. തൊപ്പിനോട് ഇങ്ങോട്ട് റെയ്ഡ് ചോദിച്ചിട്ടില്ല. സീരിയസ്ലി സത്യമായിട്ട് ചാറ്റ് പറ. ഞാൻ എപ്പോഴേലും തൊപ്പിനോട് ഇങ്ങോട്ട് റെയ്ഡ് ചോദിച്ചാ ഇല്ല. നമ്മൾ സന്തോഷത്തിന് നമ്മൾ അങ്ങോട്ട് പോയി, അത്രേ ഉള്ളൂ. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ പോയോ, സീരിയസ്ലി സത്യമായിട്ട്. അല്ലാ തൊപ്പി റെയ്ഡ് തരുവാന്ന് പറഞ്ഞു ബ്രോ, ജസ്റ്റ് ലൈവ്. അല്ലാ എന്റെ പൊന്നു മക്കളെ, ഞാൻ അവിടെ പോയിട്ട് അവനോട് റെയ്ഡ് ചോദിച്ചിട്ടില്ല. സത്യമായിട്ട് എന്റെ ചാറ്റിലുള്ള ആൾക്കാർ ചോദിച്ചാൽ മതി. ഓക്കെ, ഓൻ നിന്നെ കൊല്ലുന്നോ? ഇല്ലടാ, നമ്മളെ തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് അങ്ങനെ ചെയ്യില്ല. കിങ് വാക്സ് ഊമ്പിട്ടന്നോ? എന്റെ പൊന്നു മക്കളെ, ഞാൻ അങ്ങോട്ട് റെയ്ഡ് പോയതാണ്. ഇന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് റെയ്ഡ് പോയത്. സത്യമായിട്ട് ഓനോട് തിരിച്ച് ഞാൻ ചോദിച്ചിട്ടില്ല. റബ്ബനാ, തിരിച്ചാ റെയ്ഡ് ചോദിച്ചിട്ടില്ല. എനിക്ക് തിരിച്ച് റെയ്ഡ് വേണ്ട, ഞാൻ ചോദിച്ചിട്ടില്ല. ഓക്കെ തൊപ്പി ലൈവ് ഇന്റെ റബ്ബനാ, എന്റെ പൊന്നു മക്കളെ, ഞാൻ പറയട്ടെ ഞാൻ അങ്ങോട്ട് റെയ്ഡ് പോയതാണ്. ഇന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി അങ്ങോട്ട് റെയ്ഡ് പോയതാണ്. ഓക്കെ, ആൾക്കാർ 8K വാച്ചിങ് ഉണ്ടെന്ന് അറിയാം. പക്ഷേ ഇന്റെ ചാറ്റ് പോയാൽ എന്തുണ്ടാവും എനിക്ക് അറിയില്ലല്ലോ. സോ അതിന്റെ ഒരു ആകാംക്ഷയിൽ പോയതാണ്.
ഇന്റെ സന്തോഷത്തിന് വേണ്ടി പോയത്. ഞാൻ തിരിച്ച് ചോദിച്ചിട്ടില്ല. സത്യമായിട്ട് എന്റെ അമ്മ സത്യമായിട്ട് തിരിച്ച് റൈഡ് ചോദിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ അല്ലാ പറഞ്ഞു ഞാൻ കൊയങ്ങി. എന്റെ സൗണ്ട് പാടാ. അല്ലാ റൈഡല്ല നിനക്ക് മഴ തരും. റൈഡ് നിനക്ക് മഴ തരും. അച്ഛനോട് പറയടാ പുണ്ടച്ചു തന്നെ. അല്ലാ മക്കളെ നിർത്ത്. ആൾക്കത് ഇറിറ്റേഷൻ ആയി തോന്നുന്നുണ്ട്. ഓക്കെ, നിർത്തിക്കോ. മതി. ഞാൻ അവിടെ പോയിട്ട് ട്രിപ്പിൾ സാഡല്ലേ മക്കളെ, ഞാൻ ലൈവ് നിർത്തിപ്പോണ്ട അവസ്ഥ വരും. ഓക്കെ, കിങ്സ് ഏട്ടാ നിങ്ങളെ സൂപ്പർ ചാറ്റ് അടിച്ചു എനിക്ക് വേഗം പോയിനു. പ്രശ്നായി. സീനായി മക്കളെ, നിർത്ത്. മതി. പ്രശ്നമായിട്ട് അല്ലാ എന്റെ പൊന്നു മക്കളെ, ഞാൻ ഇന്റെ സന്തോഷത്തിന് വേണ്ടി അങ്ങോട്ട് റൈഡ് പോയതാണ്. വേറെ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ, ഇതിങ്ങനെ പ്രശ്നമാണെന്ന് എനിക്ക് അറിയില്ലേനു. സോ തൊപ്പി ലൈവ് കാണുന്നുണ്ടെങ്കിൽ സോറി, മനസ്സോട്ട് സോറി ചോദിക്കണം. ഓക്കെ, താങ്കൾക്ക് എന്തെങ്കിലും ഇതിൽ ബുദ്ധിമുട്ടായിക്കണമെങ്കിൽ മനസ്സോട്ട് സോറി ചോദിക്കണം. ഓക്കെ, അല്ലാ മൈര എന്നിട്ട് ഞാൻ നിങ്ങളെ തെറി പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ഇതിൽ ഇന്റെ തെറി പറയണേ ഞാൻ ആകെ ഇന്റെ ഒരു നല്ലൊരു മനസ്സിനുണ്ട്. ഇന്റെ ഒരു സമാധാനത്തിന് ഇന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ റൈഡ് പോയത്, മനസ്സിലായ? അല്ല തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ പോയത്. പ്രതീക്ഷിച്ചിട്ടല്ല. തൊപ്പി ഊമി അങ്ങനൊന്നും പറയില്ല മക്കളെ, മതി നിർത്ത്. നമുക്ക് അടിയാക്കാനുള്ളതല്ല. ഞാനാളെന്നൊക്കെ പറഞ്ഞാൽ നല്ല ബോണ്ടിൽ പോണ ആൾക്കാരാണ്, മനസ്സിലായോ? എനിക്ക് അടിയാക്കാൻ താല്പര്യമില്ല. തൊപ്പി മേക്കിംഗ് യുവർ ക്ലൗന്നാ. എനിക്ക് അടിയാക്കാൻ താല്പര്യമില്ല. ഞാൻ ഇന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് റൈഡ് പോയതൊക്കെ. ചാറ്റ് പറ, ഞാൻ തിരിച്ച് റൈഡ് വരുന്ന പറഞ്ഞീന്നാ? തിരിച്ച് റൈഡ് കിട്ടുന്ന അങ്ങനത്തെ എന്ത് സംസാരം പറഞ്ഞില്ലല്ലോ. വള്ളി അതിന്റെ റബ്ബന പാൻ ഇന്ത്യൻ വള്ളിയായി പടച്ച റബ്ബനാ. എന്താണ് എടാ, അത് ആളിഷ്ടം. റൈഡ് പോണത് പോവാത്ത ആളിഷ്ടം. ഓക്കെ, ഞാൻ ഇന്റെ ഒരു സമാധാനത്തിന് ഇന്റെ സന്തോഷത്തിന് വേണ്ടി അങ്ങോട്ട് റൈഡ് പോയത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഞാൻ അപ്പോളജൈസ് ചെയ്ത് ലൈവ് തന്നെ. തൊപ്പി ഹെയ്റ്റ് ഔട്ടോന്നു. ഞാൻ ആളൊന്നും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, മോശമായിട്ട് പറഞ്ഞിട്ടില്ല മക്കളെ. 777 സ്പാം ചെയ്യല നിർത്ത്. ഓക്കെ, ഇന്റെ റബ്ബനാ, അത് വലിയ പാൻ ഇന്ത്യൻ വള്ളിയായിട്ടാ. മതി മക്കളെ. ഞാൻ ജസ്റ്റ് ആടെ നിൽക്കാണ്ട് ഇന്റെ സന്തോഷത്തിന് വേണ്ടി റൈഡ് പോയതാണ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കഴിഞ്ഞല്ലോ. ആൾക്ക് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായി എനിക്ക് മനസ്സിലായി. ഞാൻ മനസ്സാറിന് ക്ഷമ ചോദിക്കണം. ഓക്കെ, തൊപ്പി ഈ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സാറിന് ക്ഷമ ചോദിക്കാണ്. സോറി. ഓക്കെ, അല്ലാതെ ഇപ്പൊ എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല. ഈ പിള്ളേരിത് നിൽക്കണ്ടേ? ഇതിപ്പോ തൊപ്പിക്കന്നെ അറിയാം. തൊപ്പി ഒരു ഐഷോസ്പീണ റൈഡ് പോയാൽ എങ്ങനെ ഉണ്ടാവും? ആ ചാറ്റ് മൊത്തം കത്തൂലേ? ലാസ്റ്റ് ഒന്ന് ഐഷോ സ്പീഡ് പറഞ്ഞ വർത്താനങ്ങൾ കണ്ടില്ലേ? അതേപോലത്തെ അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. സോ തൊപ്പിക്കത് മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കണത്. ഓക്കെ, പണി കിട്ടിയെന്നോ ഞാൻ പറയാനുള്ളത് പറഞ്ഞോക്കെ. അന്നനാളത്ത് കിട്ടിയത് സത്യമായിട്ട്. അല്ല വാണ്ടില്ലേ ഇനി? അല്ലല്ല, ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞോക്കെ. നീ മക്കളെ നിർത്ത്. 777 നിർത്ത് മക്കളെ. എനിക്ക് വലിയ വള്ളി വാങ്ങി തരല്ലേ? ഓക്കെ, FF ആണെന്ന് വിളിക്കട്ടെ. ഓക്കെ, കുഴപ്പമില്ല, വിളിച്ചോട്ടെ. FF ആണെന്നൊക്കെ വിളിച്ചാ? അങ്ങനെ വിളിച്ചാ? ഓക്കെ, പ്രശ്നം. എന്റെ പൊന്ന് മക്കളെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അങ്ങോട്ട് റൈഡ് പോയത്. സീരിയസ്ലി പറയാ. ഓക്കെ, ഞാൻ ഫ്രീ ഫയർ കളിക്കുന്ന പ്ലെയർ. ഞാൻ ഫ്രീ ഫയർ മാത്രമല്ല ഞാൻ കളിക്കുന്നത്. ബാക്കിയുള്ള ഗെയിമിനെ കൂടി കുറ്റം പറയണം, മനസ്സിലായോ? ഫ്രീ ഫയറിനെ മാത്രം കുറ്റം പറയണത് അത്ര നല്ല കാര്യമല്ല. എല്ലാ ഗെയിമിനും അതിനായിട്ട് റെസ്പെക്ട് കൊടുക്കണം, കാര്യങ്ങൾ കൊടുക്കണം. ഓക്കെ, ഞാൻ ഉള്ള കാര്യം മെച്ചൂറായിട്ടാണ് പറയണം. അതായത് ഞാൻ റൈഡ് പോയി, അത് ഇന്റെ സന്തോഷത്തിന്. ഓക്കെ, ഞാനും തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ആ ഇതിലാണ് പോയത്. ഓക്കെ, ഞാൻ ആളായിട്ട് സംസാരിച്ചിട്ടാണെങ്കിലും ആളെ ചാനലിൽ റൈഡ് പോയിട്ടാണ് കുറേ കാലമായി. സോ ഇപ്പോഴത്തെ ഒരു വാച്ചിങ് വെച്ച് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റൈഡ് പോയിട്ട് ആളൊന്ന് ഹാപ്പി ആക്കാൻ കരുതിയത്. ഇപ്പം ഇത്ര വലിയ വള്ളിയാണെന്ന് എനിക്ക് അറിയില്ലേനു. സോ ആൾക്ക് ബുദ്ധിമുട്ടായി എനിക്ക് മനസ്സിലായി. സോ ഇനി മേലാൽ ഇന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ സംഭവം ഉണ്ടാവില്ല. സോ തൊപ്പി ലൈവ് കാണുന്നുണ്ടെങ്കിൽ റിയലി സോറി. ഓക്കെ, താങ്കൾ കറക്റ്റായെന്ന് വിചാരിക്കുന്നു. റിയലി സോറി. ഓക്കെ, ഇനി ഇങ്ങനത്തെ സംഭവം ഉണ്ടാവില്ല. മക്കളെ, നിങ്ങളവിടെ ചാറ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് തിരിച്ചു വരാം. ഓക്കെ, അങ്ങോട്ട് തിരിച്ചു വരാം. മതി. നിർത്ത്. മതി. എനിക്ക് വള്ളി മേടിച്ച് തരില്ല. ഓക്കെ, ആൾറെഡി വള്ളീൻ്റെ മേലിൽ വള്ളിയായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഞാൻ ലൈവ് നിർത്തിനായി. ശരി, ഫ്രീ ഫയർ പറയൂട്ടാ. എടാ, നിങ്ങൾ ഫ്രീ ഫയറിന് എന്തുവാണ് പറഞ്ഞോ? ഓക്കെ, ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഈ മിസ്അണ്ടർസ്റ്റാൻഡോ? എടാ, ഞാനതാ പറഞ്ഞത്. ഓക്കെ, എന്റെ പൊന്നു മക്കളെ നിർത്തടാ. അവിടെ പോയി എന്തിനാടാ വെറുപ്പിക്കണ ചെങ്ങായി? ഞാൻ ഇവിടെ ഇരിക്കല്ലേ, ഞാനെന്തിനാ അങ്ങോട്ട് പോണ്? ഞാൻ ഇവിടെ ഗെയിമിൽ ഇരിക്കാണ്. കണ്ടാ, ഞാൻ ജസ്റ്റ് ആൾക്ക് റൈഡ് പോകണമെന്ന് എഴുതിട്ട് പോയിട്ടുള്ളൂ. ഓക്കെ, തിരിച്ചു വരാൻ ഞാൻ തിരിച്ച് റൈഡ് വരണമെന്ന് ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. എനിക്ക് ആ റൈഡ് തിരിച്ച് വേണമെന്നില്ല, മനസ്സിലായോ? ഇന്റെ ഒരു സമാധാനത്തിന് എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആൾക്ക് റൈഡ് പോയി. അതിനെന്തെങ്കിലും തെറ്റുണ്ടാ? ഹിപ്പിക്ക് പറഞ്ഞ സൂപ്പർ ചാറ്റ് അടിക്കുന്ന സൂപ്പർ ചാറ്റ് അടിക്കാൻ പൈസ വേണ്ടാ. അല്ലല്ല,
ഒറ്റ മിനിറ്റ് മക്കളെ, ഞാൻ സൂപ്പർ അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. അതിൽ പ്രശ്നം അവിടെ നല്ല വള്ളിയോടാ. ഒറ്റ സൂപ്പർ അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. എടാ 20K വാച്ചിങ് ഉണ്ട്, ഇന്റെ 200 അല്ല 20K വാച്ചിങ് ഉണ്ടായിക്കോട്ടെ, നോ പ്രോബ്ലം. എടാ ഞാനതിനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ആൾക്ക് റെയ്ഡ് പോയിട്ടുള്ളൂ. ഓക്കെ, ഇന്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ തിരിച്ച് റെയ്ഡ് പ്രതീക്ഷിച്ച് പോയതല്ല. ഓക്കെ, ഞാൻ ഇപ്പോഴും ലൈവിലതാ പറഞ്ഞത്. ഓക്കെ, ഞാൻ പറഞ്ഞ തിരിച്ചു വരാം അതേപോലെ അങ്ങോട്ട് പറഞ്ഞു. ഓക്കെ, ഒറ്റ മിനിറ്റ് ആടാ, ഞാൻ പറ്റുകയാണെങ്കിൽ 2 സൂപ്പർ അടിച്ചിട്ട് വരാം. ഇനി FF പ്ലേയേഴ്സ് റെയ്ഡ് പോലെ FF പ്ലേയേഴ്സ് റെയ്ഡ് പോകാത്ത അവിടെ നിൽക്കട്ടെ. ഞാൻ ജസ്റ്റ് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇന്റെ ഒരു ഹാപ്പിനെസ്. ഓക്കെ, ആൾക്ക് ഇന്നെ അറിയാം, ആളായിട്ട് ഞാൻ ജസ്റ്റ് ചെറിയ പരിചയം ഉണ്ട്. ഞാൻ അതിന്റെ ഇതിൽ പോയതാ, മനസ്സിലായോ? ഞാൻ FF പ്ലെയർ ആയിട്ടല്ല പോയത്, ഒരു ഫ്രണ്ട് ആയിട്ടാ പോയത്, മനസ്സിലായില്ലേ? സൂപ്പർ ചാറ്റ് പോയാൽ മതി. ഓക്കെ, ഞാൻ തിരിച്ചൊന്ന് അടിച്ചിട്ടുണ്ടോ? ഓക്കെ, ഞാൻ അയിമ നിർത്തി. അല്ല, ഫുൾ സപ്പോർട്ട് തന്നെ പൊന്നു മക്കളെ, നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഫ്രീ ഫയർ പ്ലെയർ ആയിട്ടല്ല അങ്ങോട്ട് പോയത്. ഓക്കെ, ആളും ഞാനും തമ്മിലുള്ളൊരു ബന്ധം വെച്ച് ജസ്റ്റ് ഇപ്പോൾ കുറച്ച് വാച്ചിങ് ഉണ്ടല്ലോ, ആളൊന്ന് ഹാപ്പി ആക്കാൻ കരുതി അങ്ങനെ പോയതായിരുന്നു. സീരിയസ് SK വാട്സപ്പ് ചാറ്റ് നോക്ക്, എനിക്ക് മതിയായ ഡാർക്ക് അടിച്ച്, നല്ല ഡാർക്ക് അടിച്ച്, സത്യം പറയാലോ. ഇങ്ങനൊന്നും റിയാക്ട് ചെയ്യുന്ന ഞാനും കരുതിയില്ലടാ, സീരിയസ്ലി. വായിച്ചിട്ടുണ്ടാവൂല്ലേ? വാക്സ് 777 സൂപ്പർ ചാറ്റ് ഇട്ടിട്ടുണ്ട്. എടാ റിയലി സോറി ഫ്രം മൈ സൈഡ്. കുറെ നാളായി നമ്മൾ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ആയിട്ട്. സോ എൻ്റെ ഒരു സന്തോഷത്തിന് റെയ്ഡ് വന്നതാണ്. എടാ നിങ്ങൾ ഐസോ സ്പീഡ് പോലെ തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. റിയലി സോറി മാൻ. എടാ ഇറ്റ്സ് ഓക്കെ. എടാ സോറി മിസ്അണ്ടർസ്റ്റാൻഡിങ്. എടാ ഓനെ എനിക്ക് റെയ്ഡ് വന്ന അല്ല. ഓക്കെ 777 സ്പാം ചെയ്തോ. എടാ ഓനെ നമുക്ക് ഇങ്ങോട്ട് റെയ്ഡ് വന്നതാ, മനസ്സിലായി? ഇങ്ങോട്ട് റെയ്ഡ് വന്നതാ. ഞാൻ വിചാരിച്ച് ചില ആൾക്കാർ അങ്ങനത്തെ പരിപാടി കാണിക്കരുത്, മനസ്സിലാവും? ആരോ അങ്ങനെ റെയ്ഡ് 777 എന്ന് പറഞ്ഞാൽ എന്നെ കൺഫ്യൂഷൻ ആക്കി, മനസ്സിലാവും? അതാണ്. സോറി 777 സ്പാം ചെയ്തോ. താങ്ക് യു ബ്രോ, താങ്ക് യു 777 ഫോർ ദ റെയ്ഡ് ബ്രോ. താങ്ക് യു. സോറി മിസ്അണ്ടർസ്റ്റാൻഡിങ്. സോറി ബ്രോ, സോറി. വെറുതെ കുറെ ഇതാക്കിയ കാര്യം പറയാലോ. എന്റെ പൊന്നു മക്കളെ, ഞാൻ എപ്പോഴും പറയാ, തൊപ്പി ഞാനും തമ്മിൽ നല്ലൊരു ബോണ്ട് നോക്കേ. ഞാൻ ഫ്രീ ഫയർ പ്ലെയർ ആയിട്ട് ഇന്നൊരു ഫ്രീ ഫയർ പ്ലെയർ ആയിട്ട് നിങ്ങൾ മാത്രം കാണരുത്. ഞാൻ എല്ലാ ഗെയിമും കളിക്കുന്ന ഒരുത്തനാണ്. ഓക്കെ, സോ ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ആളെ ചാനലൊന്ന് റെയ്ഡ് പോയി. ഞാൻ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ പോയത്. ഓക്കെ, എൻ്റെ ഉമ്മ സത്യമായിട്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ പോയത്. ജസ്റ്റ് ഒന്ന് റെയ്ഡ് പോയി ചെക്കൻ ഹാപ്പി ആക്കിയിട്ട് ഇങ്ങനെ തിരിച്ചു വരാന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ഇപ്പം എനിക്ക് നല്ല ബാഡ് അടിച്ചു, സത്യം പറയാലോ. ഞാൻ പോണ തൊപ്പീൻ്റെ ലൈവിലെന്നോ, സത്യം പറയാം, ഇപ്പം എനിക്ക് നല്ല ബാഡ് അടിച്ചു സത്യമായിട്ട്. സോ എന്താ പറഞ്ഞേ അല്ല, ഇത് വലിയൊരു പാൻ ഇന്ത്യ വള്ളിയായിരുന്നു. ഇപ്പൊ വാക്സ് പാൻ ഇന്ത്യ വള്ളി പിടിക്കുക. ഞാൻ എല്ലാവർക്കും മതിയായി, ഞാൻ റെയ്ഡ് പോണ പരിപാടി നിർത്തി. അല്ലാ പൊന്നു തൊപ്പി, അയ്യോ ഇല്ല, ഇപ്പൊ ഞാൻ മൂഞ്ചി ഏറെക്കാണെന്നേരം സത്യം പറയാലോ. അല്ലാ തൊപ്പി ലൈവ് കാണണ്ടേ മോനെ, ഞാൻ നിർത്തി. ഈ ഫ്രീ ഫയർ കളിക്കണോണ്ട് എന്തൊക്കെ പ്രശ്നമാണ് പഠിച്ചോനെ. ഫ്രീ ഫയർ കളിക്കണോണ്ട് എന്തൊക്കെ പ്രശ്നമാണ്. ഹൈ, പണ്ടവർക്കത് കളിക്കാതിരിക്കാനും പറ്റില്ല. മനുഷ്യനാണെങ്കിൽ ഇതിന്റെ പാർട്ണർ പ്രോഗ്രാമിൽ ഉണ്ടായും പോയി. അല്ലാ, ഇപ്പൊ തൊപ്പിന് ലൈവ് കാണുന്ന ഓക്കെ. ആ സോറി പറഞ്ഞു, കുഴപ്പമില്ല. ഓക്കെ, അത് എന്റെ മിസ്റ്റേക്കാണ്. ഓക്കെ, അത് നമ്മൾ അങ്ങോട്ട് റെയ്ഡ് പോയിട്ട് ആളെ നമുക്കറിയില്ല, ആളെ മുഴുവൻ കാര്യങ്ങൾ നമുക്കറിയില്ല. സോ അത് നമ്മളെ മിസ്റ്റേക്കാണ്. നമ്മളൊന്നും പറയാൻ നേരെ പോയി കണ്ട് റെയ്ഡ് കൊടുത്ത് തിരിച്ചു വരാനുള്ള മൈൻഡിൽ നമ്മൾ പോയത്. പക്ഷെ അവിടെ അത്ര വലിയ വള്ളിയാവും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഈ പിള്ളേരിത് ആകെ പ്രശ്നമാക്കി. അടുത്ത വള്ളി പിടിക്കും. പോരാ മതിയായി മനുഷ്യന്.